സ്വർണത്തിന്റെ വിപണി മൂല്യം ആകാശത്തോളം ഉയരുമ്പോൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ പൊന്നിൻ കേസുകളിൽ വൻ വർധന. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്വർണ്ണ തർക്കങ്ങളുടെയും സ്വർണം നഷ്ടപ്പെടൽ പരാതികളുടെയും കുത്തൊഴുക്കാണ് സ്റ്റേഷനുകളിൽ. സ്വർണത്തിന്റെ വിപണി മൂല്യം ആകാശത്തോളം ഉയരുമ്പോൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ പൊന്നിൻ കേസുകളിൽ വൻ വർധനയാണ് ഉണ്ടാവുന്നത്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്വർണ്ണ തർക്കങ്ങളുടെയും സ്വർണം നഷ്ടപ്പെടൽ പരാതികളുടെയും കുത്തൊഴുക്കാണ് പോലീസ് സ്റ്റേഷനുകളിൽ. സംസ്ഥാനത്തുടനീളം സ്വർണവുമായി ബന്ധപ്പെട്ട് ദിനംപ്രതി ഏകദേശം 200 FIRകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കണ്ണൂരിലും അനുദിനം കേസുകൾ വർദ്ധിക്കുകയാണെന്ന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അധികൃതരും വ്യക്തമാക്കുന്നുണ്ട്. ഭൂരിഭാഗവും ബന്ധുക്കൾ തമ്മിലുള്ള തർക്കങ്ങളാണെന്നതാണ് പ്രത്യേകത. പണയം വെച്ചുകൊടുത്ത സ്വർണം തിരികെ നൽകാത്തതിനെ ചൊല്ലിയുള്ള കേസുകളാണ് കൂടുതലും. മുമ്പ് വിവാഹത്തിനും നൂലുകെട്ടിനുമൊക്കെ സമ്മാനമായി സ്വർണം തിരിച്ച് അതേ ചടങ്ങുകൾ നടക്കുമ്പോൾ തുല്യമായി സമ്മാനമായി തിരിച്ചു കിട്ടാത്തതിന്റെ പേരിലും തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പണയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇടപാടുകൾ നടക്കുന്നത് ബന്ധുക്കൾ തമ്മിലാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ബന്ധുക്കൾക്ക് പണയം വയ്ക്കാനായി കൊടുത്ത സ്വർണ്ണാഭരണങ്ങൾ വർഷങ്ങളായി തിരികെ ലഭിക്കാത്ത സാഹചര്യം സാധാരണമായി കൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണവില വർധന പോലീസുകാർക്ക് വെല്ലുവിളിയാവുകയാണ്. ദിവസേന ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നത് വലിയ ഭാരമാണ്. സ്വർണ്ണവില വർധന കേവലം സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, കുടുംബ ബന്ധങ്ങളിലും സാമൂഹിക ഇടപെടലുകളിലും വലിയ പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം പറയുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.